Fluid mechanics and hydraulics module 4 ന്റെ അതായത് ഓപ്പൺ ചാനൽ ഫ്ലോന്റെ സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഓപ്പൺ ഫ്ലോ ചാനൽ എന്താണെന്ന് കണ്ടു. വാട്ട് ഈസ് ഇറ്റ്സ് ഡിഫറൻസ് ഫ്രം എ ടിപ്പിക്കൽ പൈപ്പ് ഫ്ലോ കണ്ടു. അതിനുശേഷം നമ്മൾ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽ കണ്ടു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽസ് കാണും, ടൈപ്പ് ഓഫ് ചാനൽ ഫ്ലോസ് കാണും, and geometrical elements of a channel cross section. So moving to the different types of channels. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ചാനൽസ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ചാനൽസ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ whatever that occurs in nature as it is. അതായത് നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന റിവേഴ്സ്, സ്ട്രീംസ്, അതൊക്കെ നാച്ചുറൽ റിവേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലി ബിൽട്ടപ്പ് ചെയ്യുന്ന കനാൽസ്, ഡ്രെയിൻസ്, അതൊക്കെ മാൻമെയ്ഡ് ചാനൽസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ചാനൽസ് ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാൻ പറ്റും. സോ ദിസ് ഈസ് an example of a natural river. അപ്പോൾ ഇത് ഫേമസ് ആയിട്ടുള്ള ഭാരതപ്പുഴയാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇത് മാൻമെയ്ഡ് ചാനലാണ്. ഇത് ഗംഗയിൽ നിന്ന് വാട്ടർ അതിനെ നിയർ ബൈ പ്ലേസസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടീഷ് എഞ്ചിനീയർ കോട്ട്ലെ കൺസ്ട്രക്ട് ചെയ്ത കനാലാണ്. ഗംഗയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഗംഗാ കനാൽ എന്ന് പറയും. certain portion of it will be called as even കോട്ട്ലെ കനാൽ. അപ്പോൾ ഇത് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ പോർഷനിലെ അഗ്രികൾച്ചർ ഫീൽഡ്സിലുള്ള കംപ്ലീറ്റ്ലി ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വാട്ടർ UP, ഉത്തരാഖണ്ഡിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്ത കനാലാണ്. അപ്പോൾ ഇത് ഈ പ്ലേസ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം റൂർക്കി എന്ന സ്ഥലത്തുള്ള കനാലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഡിഫൈൻഡ് ഷേപ്പ് ആണ്. നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ കനാലിന് ഡെഫിനിറ്റ് ഷേപ്സ് ആയിരിക്കും. ഓക്കെ, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഈ ഭാരതപ്പുഴയിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഷേപ്പ്ലെസ് ആയി മാറുന്ന, ഈവൻ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. പിന്നെ ഇറോഷൻ, നമുക്ക് അൺകൺട്രോൾഡ് ഇറോഷൻ എടുക്കും. പക്ഷെ ഇവിടെ ആർട്ടിഫിഷ്യൽ കനാലാകുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇറോഷൻ ഉണ്ടാവില്ല, കൺട്രോൾഡ് ഫ്ലോ ആയിരിക്കും. എപ്പോഴും ഫ്ലോ കൺട്രോൾഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലഡ് വന്ന് മഴയില്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ല, ആ രീതിയിൽ. പക്ഷെ ഇവിടെ എപ്പോഴും നമുക്ക് ഗംഗയിൽ നിന്നുള്ള വെള്ളം കൺട്രോൾ ചെയ്ത് നമുക്ക് എത്രയാണോ റെഗുലേറ്റഡ് എമൗണ്ട് വേണ്ടത്, ഏത് ടൈമിൽ എങ്ങനെ പാസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഒരു മാൻമെയ്ഡ് കനാൽ ആകുമ്പോൾ. അപ്പൊ അതൊക്കെ അതിന്റെ ഹെഡ് പോർഷനിൽ ഹെഡ് റെഗുലേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ രണ്ട് ടൈപ്പ് ചാനലാണ്. ഒന്ന് നാച്ചുറൽ ചാനൽ where it occurs in nature as it is, and the other one is man-made channel or artificial channel or any stream which is modified and reconstructed by a human being. അപ്പോൾ ഇനി വീണ്ടും അടുത്ത ഫിഗേഴ്സ് ഞാൻ ഒന്ന് കാണിക്കുകയാണെങ്കിൽ, ഇത് അപ്പർ പോർഷൻ ഓഫ് ഗംഗ, മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോർഷൻസിലൊക്കെയുള്ള ഗംഗ തന്നെയാണ്. ഇത് അതേപോലെ ഗംഗാ കനാൽ, അപ്പർ ഗാഞ്ചസ് കനാലിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ ബൗണ്ടറീസ് ഡിഫൈൻഡ് ആണ്. നേരെ മറിച്ച് ഇതിന്റെ ബൗണ്ടറീസ് ഡിഫൈൻഡ് അല്ല. ചില നേരത്തെ ഇറ്റ് മേ ഗോ ഈവൻ ടു ദിസ് സൈഡ്, ഇറ്റ് മേ എക്സ്പാൻഡ് ചെയ്യുന്നത് റിവറിന്റെ പോർഷൻ നാരോ ഡൗൺ ചെയ്യുക. പക്ഷെ ഇവിടെ എപ്പോഴും ഇത് ഡിഫൈൻഡ് പോർഷനിലേക്കൂടെ ആയിരിക്കും ഇത് ഒഴുകുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ natural channel and an artificial channel. Next classification is based on cross section. അപ്പോൾ based on cross section എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. So here this is a rectangular channel. Next this is a circular channel. Both are circular channel. This is triangular channel. And whatever I have shown below is a trapezoidal channel. So based on cross section നമുക്ക് ഇത്തരത്തിൽ different types of channels നെ പറയാം. Rectangular, circular, triangular, trapezoidal and much more. Even parabolic shape ഒക്കെ ഉണ്ട്. Okay. ഇനി next classification ആണ് open and closed channel. Open and closed channel. അപ്പോൾ suppose ഇത് നമ്മൾ ആദ്യം ഓപ്പൺ ചാനൽ ഫ്ലോവിന്റെ കേസിൽ ആദ്യം ഡെഫിനിഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു, an open channel can be open or closed but the free surface should be subjected to atmospheric pressure. അപ്പോൾ ഇവിടെ ഈ കേസിൽ if the free surface is open to air with, if the contact ഈ ചാനൽ അതിന്റെ ടോപ്പ് സർഫസും ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അതിനെ ഓപ്പൺ ചാനൽ എന്ന് പറയാം.
ഇപ്പോൾ ഈ കോണ്ടിറ്റിന്റെ ഓപ്പൺ ടോപ്പ് സർഫസ്, അതായത് ഫ്രീ സർഫേസിന് മുകളിലുള്ള സർഫസ് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്കതിനെ ക്ലോസ്ഡ് ചാനൽ എന്ന് പറയാം. പക്ഷെ അപ്പോഴും the water is subjected to atmospheric surface and it has a free surface. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റില്ല. അപ്പം ടോപ്പിൽ കവേർഡ് ആണെങ്കിൽ നമുക്കതിനെ ക്ലോസ്ഡ് ചാനൽ എന്ന് പറയാം, അൺകവേർഡ് ആണെങ്കിൽ ഓപ്പൺ ചാനൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യൂഷ്വലി പൈപ്പ് ഫ്ലോ ആണ് ഓപ്പൺ ചാനൽ ഫ്ലോയിലുള്ളതെങ്കിൽ അതങ്ങനെ കവേർഡ് ചാനൽ ആയിരിക്കും. അല്ലാതെ എല്ലാ തരത്തിലുള്ള ട്രപ്പീസോയിഡൽ ചാനലായാലും ശരി, ട്രയാങ്കുലർ ചാനലായാലും ശരി, എല്ലാം തന്നെ എന്തായിരിക്കും? ഓപ്പൺ ചാനൽ ആയിരിക്കും. And next classification, important classification on prismatic and non-prismatic channel. അപ്പം if a channel in which നമ്മളിവിടെ എടുക്കാൻ പോകുന്ന രണ്ട് പാരാമീറ്റർ ആണ്. ഒന്ന് അതിന്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പ്, രണ്ടാമത്തത് അതിന്റെ ഷേപ്പ്, ക്രോസ് സെക്ഷണൽ ഷേപ്പ് ആൻഡ് സൈസ്, ഒറ്റ പാരാമീറ്റർ. ഓക്കെ, ആൻഡ് രണ്ടാമത്തത് ബോട്ടം സ്ലോപ്പ്. അപ്പൊ if this shape or size and bottom slope are constant throughout, അതായത് ഒരു ഫുൾ സ്ട്രക്ചർ ചാനലിന്റെ അതിന്റെ ഷേപ്പും അതിന്റെ സ്ലോപ്പും, അതായത് ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ ത്രൂ ഔട്ട് ആ സെക്ഷനിൽ അത് ചെറിയ സ്ലോപ്പും ഉണ്ടെങ്കിൽ ആ ഒരു ചാനൽ നമുക്ക് പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ചാനലൊക്കെ നമ്മൾ ഈ പ്രിസ്മാറ്റിക് ചാനലായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുക. അതായത് ത്രൂ ഔട്ട് ദ സെക്ഷൻ നമ്മൾ ആ സെയിം ക്രോസ് സെക്ഷൻ, ഇഫ് ഇറ്റ് ഈസ് റെക്ടാംഗുലർ ഷേപ്പ്, റെക്ടാംഗുലർ ചാനൽ ആണെങ്കിൽ സപ്പോസ് ബി വിഡ്ത്ത് ആൻഡ് വൈ ഡെപ്ത് ആണെങ്കിൽ നമ്മൾ അത് തന്നെ കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും. അതേസമയത്ത് അതിന്റെ ബോട്ടം സ്ലോപ്പ് എന്ത് ചെയ്യും? ആ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടാവും, സോ ദാറ്റ് ഇറ്റ് വിൽ ഫ്ലോ അണ്ടർ ഗ്രാവിറ്റി വിത്ത് ദി കോൺസ്റ്റന്റ് ബേസിക് ഡയമെൻഷൻസ്. അപ്പോൾ ഇതല്ലാത്ത രീതിയിൽ വരുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ആ ഷേപ്പ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ സ്ലോപ്പ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഫിഗറിൽ കാണുന്നത്, ഈ ഫിഗറിൽ കാണുന്നത്, ഈ ഒരു ഫിഗറിൽ ഇത് ഇവിടുന്ന് മുതൽ ഈ ഒരു സ്ട്രക്ചർ വരെ മാത്രമാണ് മാൻമെയ്ഡ് ചാനൽ ആയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ മുതൽ ഇവിടം വരെയുള്ളതാണ് മാൻമെയ്ഡ് പോർഷൻ ആയിട്ടുള്ളത്. അതിന് പ്രീവിയസ്ലി ആ സ്ട്രീം ഒന്നും ചെയ്യാതെ, ഒന്നും ആൾട്ടർ ചെയ്യാതെ എങ്ങനെയാണോ അതുള്ളത് അങ്ങനെ തന്നെയുള്ളത്. അപ്പൊ ഈ ഒരു പോർഷൻ മുതൽ ഇവിടം വരെ നമുക്ക് ഇതിനെ പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയാം. കാരണം എന്താ? ഇതിന്റെ ഷേപ്പ് കോൺസ്റ്റന്റ് ആണ്, ഈ പോർഷനിൽ നിന്ന് ഇവിടം വരെ അതിന്റെ സ്ലോപ്പും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചാനലിനെ പ്രിസ്മാറ്റിക് ചാനൽ എന്ന് പറയാം. നേരെ മറിച്ച് ഇതിന്റെ ബിയോണ്ട് പോർഷനും കൂടി കൺസിഡർ ചെയ്യണമെങ്കിൽ ദിസ് ഈസ് നോട്ട് എ പ്രിസ്മാറ്റിക് ചാനൽ. ഈ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഈ കേസിൽ ഇവിടെ ഇതൊരു പ്രിസ്മാറ്റിക് ചാനലാണ്. അപ്പൊ ഇത് ഈ കണ്ടീഷൻ കോൺസ്റ്റന്റ് cross sectional shape and size and bed slope is constant allengil, then that channel is known as non-prismatic channel. Okay, so next is based on boundary, mobile and rigid boundary channels. അപ്പോൾ മൊബൈൽ ബൗണ്ടറി ചാനൽസ് എന്ന് പറഞ്ഞാൽ ആ ചാനലിന്റെ ബൗണ്ടറീസ് അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കില്ല. ഇറ്റ് വിൽ ഓൾട്ടർ അക്കോർഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് റെയിൻ ഓർ എമൗണ്ട് ഓഫ് വാട്ടർ കമ്മിങ് ത്രൂ ഇറ്റ്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ റിവേഴ്സ്, എസ്പെഷ്യലി അലുവിയൽ ചാനൽസ് ഒക്കെയാണ്, ഒരു ഫ്ലഡ് വരുമ്പോഴേക്കും അത് എക്സ്പാൻഡ് ചെയ്യും. ഫ്ലഡ് പോയി കഴിയുമ്പോഴേക്കും ഡെപ്പോസിഷൻസ് വരും, അത് നാരോവർ ആവും, ചില പോർഷൻ സ്കൗറിങ് നടക്കും, വൈഡർ ആവും. അപ്പോൾ ആഴം കൂടാം, ആഴം കുറയാം, ചിലപ്പം വീതി കൂടാം, വീതി കുറയാം. അങ്ങനെയൊക്കെയാണ് ഒരു മൊബൈൽ ബൗണ്ടറി ചാനൽസ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ആർട്ടിഫിഷ്യൽ ചാനലിലാണെങ്കിൽ, ബിക്കോസ് ഇറ്റ് ഈസ് ലൈൻഡ്, ഇതൊരു കോൺക്രീറ്റ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വെള്ളം കൂടിയും കുറയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ദീസ് ബൗണ്ടറീസ് വിൽ ബി ഫിക്സ്ഡ്. അങ്ങനെ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ റിജിഡ് ബൗണ്ടറി ചാനൽ എന്ന് പറയും. നേരെ മറിച്ച് ആ ബൗണ്ടറീസ് ഫിക്സ്ഡ് അല്ലെങ്കിൽ അൺഫിക്സ്ഡ് ആണെങ്കിൽ മൊബൈൽ ബൗണ്ടറി ചാനൽസ് എന്ന് പറയും. ഈ മൊബൈൽ ബൗണ്ടറി ചാനൽസ് വരുമ്പോഴേക്കും അവിടെ ഇറോഷൻ കൂടും, സ്കൗറിങ് ആക്ഷൻ കൂടും. സ്കൗറിങ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് സോയിൽ. ചില പോർഷനിൽ ആഴം കൂടും, ചില പോർഷനിലാണ് ഡെപ്പോസിഷൻ കൂടും. ഇപ്പൊ സ്കൗറിങ് ഉണ്ടാവാം, സിൽറ്റിംഗ് ഉണ്ടാവും. സിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിഷൻ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ബൗണ്ടറി ചാനൽസിൽ സംഭവിക്കും. പക്ഷെ നേരെ മറിച്ച് ഇതിൽ ഈ ആർട്ടിഫിഷ്യൽ ചാനൽസിൽ, മാൻമെയ്ഡ് ചാനൽസിൽ ഇതൊക്കെ റിജിഡ് ആയതുകൊണ്ട് തന്നെ നോ ഇറോഷൻ ടേക്സ് പ്ലേസ്, നോ ഇറോഷൻ, നോ സ്കൗറിങ്, അതായത് റിമൂവൽ ഒന്നും നടക്കില്ല, റിമൂവൽ ഓഫ് സോയിൽ അതൊന്നും. അതുപോലെ നോ സിൽറ്റിംഗ്, ഡെപ്പോസിഷൻസ് ഓഫ് സോയിൽ ഒന്നും നടക്കൂല. അപ്പൊ ഈ ഒരു ബെനിഫിറ്റ് ആണ് റിജിഡ് ബൗണ്ടറി ചാനൽസിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഇൻ ചാനൽസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, laminar and turbulent flow, and the last one is subcritical, critical and supercritical flow. ഇതിൽ ഈ മൂന്നെണ്ണം, അതായത് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ, ഇത് നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെ വീണ്ടും ഇവിടെ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ, steady and unsteady flow. So ഞാൻ ഇവിടെ ഒരു flow at the start of some time t
സപ്പോസ് t equal to 1 hourൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ് ഈ ഫ്ലോ occur ചെയ്യുന്ന ഈ പൊസിഷനിൽ ഇങ്ങനെയാണ്. ആഫ്റ്റർ സം ടൈം സപ്പോസ് ആഫ്റ്റർ t equal to 5 hour ഈ പൊസിഷനിൽ ഈ ഫ്ലൂയിഡ് എങ്ങനെയാണോ ഉള്ളത് അത് അങ്ങനെ തന്നെയാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ we can call this flow as a steady flow. So the flow properties with respect to time, if it is not changing, that means if it is constant, then we can say that the flow is steady. Okay? Flow properties does not change. Flow properties does not change with respect to time. Okay, so അത് constant ആണെങ്കിൽ the first derivative will be 0, so then the flow can be called as steady. And if the flow changes with respect to time, that means if some flow property, suppose discharge, changes with respect to varying, means that will not be equal to 0, right? Then that flow is known as unsteady flow. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നെ കാണാൻ പറ്റും how it varies. അപ്പോൾ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ഡിസ്ചാർജ്, വെലോസിറ്റി, ഡെപ്ത് എന്തോ ആവട്ടെ, ആ ഫ്ലോ പ്രോപ്പർട്ടി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഈ വേരി ചെയ്യുന്നില്ലെങ്കിൽ, if the flow properties does not change, then that flow is known as a steady flow. Okay, next classification ആണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോയിൽ ഞാനിവിടെ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ളത് കണ്ടിന്യൂസ്ലി യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ്, അതായത് ഫസ്റ്റ് സ്പേസ് എന്ന സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോഴേക്കും ഇതിന്റെ ഡെപ്തോ ഫ്ലോ പ്രോപ്പർട്ടിയോ ഒന്നും മാറുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറിനെയാണ് നമ്മൾ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആഫ്റ്റർ ദ സെക്കൻഡ് പൊസിഷൻ, if I take this position, if I take this position, if I take this position, continuously the flow pattern, velocity, everything is changing. ആ ചേഞ്ച് ചെയ്യുന്ന ഫ്ലോവിനെയാണ് നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രീവിയസ്ലി കാണിച്ച ഫിഗറിൽ തന്നെ ഈ ഒരു പോർഷൻ മുതൽ ഇവിടം വരെയുള്ള ഓൾമോസ്റ്റ് നമുക്കിത് ഒരു എക്സാക്ട്ലി ആൻ എക്സാമ്പിൾ ഓഫ് യൂണിഫോം ഫ്ലോ എന്ന് പറയാം. നേരെ മറിച്ച് ഈ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ വരെയുള്ളത് യൂണിഫോം ഫ്ലോ ആണെങ്കിൽ, ഈ സെക്കൻഡ് പൊസിഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന പോർഷൻ മുതൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രീവിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഓൾ ഫ്ലോ പ്രോപ്പർട്ടീസ് ഗോട്ട് ചേഞ്ച്ഡ്. ഈ ഒരു ഡ്രോപ്പ് സംഭവിക്കുമ്പോഴേക്കും അതിന്റെ ഡെപ്ത് മാറി അല്ലേ? ഫ്ലോ ഡെപ്ത് ഇവിടെയുള്ള ഡെപ്ത് അല്ലല്ലോ ഇപ്പൊ ഇവിടെയുള്ളത്, വെലോസിറ്റി മാറി. ഈവൻ ഹൗ ഇറ്റ് ബിഹേവ്, ലുക്ക് ദ ബിഹേവിയർ, ഇതൊരു ഷീറ്റ് ഓഫ് ഫ്ലോ ആയിരുന്നെങ്കിൽ ഇത് ടർബുലൻസ് സ്കെയിലിലേക്ക് പോയി. അപ്പം ആ രീതിയിലൊക്കെ വരുന്ന ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ യൂണിഫോം ഫ്ലോ. അപ്പം വിത്ത് റെസ്പെക്ട് ടു സ്പേസ് if flow properties does not change, അതായത് derivative of q with respect to space is equal to 0 ആണെങ്കിൽ we can call it as uniform. If it is not equal to 0, we can call it as non-uniform flow. അതായത് if the flow properties changes with respect to space. നേരത്തെ നമ്മൾ സമയത്തിനെ ബന്ധപ്പെടുത്തിയാ പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ പൊസിഷനെ ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ വാട്ടർ, ഇവിടെയുള്ള വാട്ടറും ഇവിടെയുള്ള വാട്ടറിന്റെയും പാരാമീറ്റേഴ്സ്, ഫ്ലോ പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ നോൺ യൂണിഫോം ഫ്ലോ. Now this non-uniform flow, again this will be classified into two. Okay, so this classification is into gradually varied flow and rapidly varied flow. അപ്പം ഈ നോൺ യൂണിഫോം ഫ്ലോനെ പറയുന്ന വേറൊരു പേരാണ് വാരിയഡ് ഫ്ലോ. വാരിയഡ് ഫ്ലോ. അപ്പം അതിനെ തന്നെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആൻഡ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. ഇതാണ് നമ്മൾ 5th മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അപ്പം നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വോട്ട് യു മീൻ ബൈ ദിസ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ ആൻഡ് വോട്ട് യു മീൻ ബൈ ദിസ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അപ്പൊ നമ്മൾ പൈപ്പിന്റെ ലാമിനാർ ആൻഡ് ടർബുലന്റ് ഫ്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ തന്നെ ഇഫ് ദ ഫ്ലോ
occurs in a sheet form without mixing. If ഓരോ ലെയറും ഇൻഡിവിജ്വൽ ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലാമിനാർ ഫ്ലോ എന്ന് പറയാം. സ്ട്രീം ലൈൻ ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോയിൽ ഉണ്ടാവുക. സ്ട്രീം ലൈൻ ഫ്ലോ ഉണ്ടാകുമ്പോൾ ഒരു ലൈൻ വേറൊരു ലൈനായിട്ട് മിക്സിങ് നടക്കില്ല. അതൊരു നാപ്പി ഫോമില്, ഒരു നാപ്പി ഫോമിലായിരിക്കും അത് ഫോം ചെയ്തിട്ട് ഒഴുകുക. അതായത് ഒരു ഷീറ്റ് പോലെ, നാപ്പി എന്ന് പറഞ്ഞ ഒരു ഷീറ്റ് പോലെ ഒഴുകുന്ന രീതിയിലായിരിക്കും ലാമിനാർ ഫ്ലോ ഉണ്ടാവുക. അപ്പൊ ലാമിനാർ ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ ടർബുലൻസ്, അതായത് സിഗ്സാഗ് മോഷനിലുള്ള ഫ്ലോ ആണ്. ഡെഫിനിറ്റ് പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല, സിഗ്സാഗ് ഫ്ലോ ആണ്, നോ ഡെഫിനിറ്റ് പാറ്റേൺ. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോവിനാണ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. അഗെയിൻ ദീസ് whenever we see a flow, we will define it as laminar or turbulent flow based on Reynolds number. അപ്പൊ എന്താണ് Reynolds number? Reynolds number is R is equal to rho v d by mu. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ഇത് നമ്മൾ വീണ്ടും in terms of channel പറയാൻ പോവാണ്. R equal to rho v d by mu നമ്മൾ ഏത് പൈപ്പ് ഫ്ലോന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. If R is less than 2000 it is laminar flow, if R is greater than 4000 it is turbulent flow. അതുപോലെ ഓപ്പൺ ചാനൽ ഫ്ലോവിനും നമ്മൾ പറയാൻ പോവാണ്. ഓപ്പൺ ചാനൽ ഫ്ലോന് അതേ വാല്യൂ അല്ല, ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോയില് റൈനോൾഡ്സ് നമ്പർ എഴുതുന്ന ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. R equal to rho v r by mu, where R is hydraulic radius. ഇതെന്താണെന്ന് നമ്മൾ ഈ വീഡിയോന്റെ എൻഡിലോട്ട് കാണും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ പെരിമീറ്റർ ആണ്, റേഷ്യോ ഓഫ് ഏരിയ ടു വെറ്റഡ് പെരിമീറ്റർ ആണ് നമ്മൾ കാണും. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. റോ വി ഇൻസ്റ്റെഡ് ഓഫ് ഡയമീറ്റർ വി ആർ ഗോയിങ് ടു ടേക്ക് ഹൈഡ്രോളിക് റേഡിയസ് r by mu. Now we will see what is the value of Reynolds number for different category. So if Ra is less than 500, അതായത് നേരത്തെ നമ്മൾ if Ra is less than 2000 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ 2000ന്റെ നേർ 1/4 ഒന്ന് ആലോചിക്കുക. Okay, that will be equal to 500. If Ra is less than 500, we can call that flow as laminar. അതേപോലെ if Ra is greater than, നേരത്തെ 4000 ആയിരുന്നു, 4000 divided by 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1000 ആണ്. If Ra is greater than 1000, we can call this one as turbulent flow. So if Ra is in between 500 and 1000, we can call it as transitional flow. അപ്പൊ ഈ രീതിയിലാണ് ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയില് റെയ്നോൾഡ്സ് നമ്പർ ക്ലാസിഫൈ ചെയ്യുന്നത്. Okay, for an open channel flow, Reynolds number is Ra is equal to rho v r by mu, and if Ra is less than 500, we call it as laminar flow. If Ra is greater than 1000, we call it as turbulent flow. അപ്പോൾ നമുക്ക് ഇവിടെ ലാമിനാർ ഫ്ലോ എന്താണെന്നും മനസ്സിലായി, ടർബുലന്റ് ഫ്ലോ എന്താണെന്നും മനസ്സിലായി. ഇനി നമുക്ക് ലാസ്റ്റ് കാറ്റഗറിയാണ് ഇവിടെ ഈ ടൈപ്പ് ഓഫ് ഫ്ലോസിൽ ചെയ്യാനുള്ളത്, സബ് ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ. അപ്പോൾ ഇത് എക്സാമ്പിൾ ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു 2 ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ എങ്ങനെയുള്ള ഫിഗേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതൊരു ഡാം പോർഷനാണ്, ഡാമിന്റെ സ്പിൽവേ പോർഷനാണ്. ഡാമിൽ നിന്ന് എക്സസ് വാട്ടർ വരുമ്പം അത് സേഫ് ആയിട്ട് ഡൗൺവേർഡ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് സ്പിൽവേ. അപ്പൊ ഈ ഒരു പോർഷൻ, അതായത് എക്സസ് വാട്ടർ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് പറയും? സ്പിൽവേ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പിൽവേസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് കമ്മിങ് സെമിസ്റ്റേഴ്സിൽ കാണാം. അപ്പൊ ഈ ഒരു സ്പിൽവേയുടെ നേച്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? ഒരു ചെറിയൊരു സ്ലോപ്പ് വരുന്നുണ്ട്, ആ സ്ലോപ്പിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും? ഒരു നാപ്പി പോലെ, ഒരു ഷീറ്റ് പോലെ താഴേക്ക് വന്ന് ഒരു വലിയൊരു ഡെപ്ത്, ഒരു ടാങ്ക് ഓഫ് വാട്ടറിലേക്കാണ് ഇത് വന്ന് വീഴുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലാണ് അത് ഈ ഒരു വരുന്ന ഒരു ഫ്ലോ, ഈ സ്റ്റീപ്പ് സ്ലോപ്പിലേക്കൂടെ വരുന്ന ഒരു ഫ്ലോ, ഇതൊരു കുത്തനെയുള്ള ഇറക്കാണ് അല്ലെ? അതിലേക്കൂടെ വരുന്ന ഫ്ലോവിന്റെ തിക്നെസ് വളരെ കുറവാണ്. അതായത് ഡെപ്ത് ഓഫ് വാട്ടർ, തിക്നെസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ ചെറിയൊരു ഷീറ്റാണ്. നേരെ മറിച്ച് അത് വന്ന് വീഴുന്ന പോർഷൻ, ഈ ഒരു പോർഷനിലെ ഡെപ്ത് ഓഫ് വാട്ടർ എന്താണ്? വലിയ ഡെപ്ത് ആണ്. അതേസമയം അതിന്റെ സ്ലോപ്പ് കമ്പയർഡ് ടു ദിസ് വൺ, ദിസ് വിൽ ബി വെരി ലോ സ്ലോപ്പ്, ഒരു മൈൽഡ് സ്ലോപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫിഗറിൽ, ഈ ഒരു ഫിഗറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫ്ലോ കാണാൻ പറ്റും.
അപ്പം ഈ ഫ്ലോയിൽ ഇനീഷ്യലി ഇറ്റ് ഈസ് ഇൻ എ സ്റ്റീപ്പ് ഫ്ലോ. ആ സ്റ്റീപ്പ് ഫ്ലോയിൽ നിന്ന് വന്നിട്ട് അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഒരു മൈൽഡ് സ്ലോപ്പിലേക്ക് വന്ന് മേർജ് ചെയ്യാണ്. അപ്പൊ ഈ സ്റ്റീപ്പ് സ്ലോപ്പിൽ, കുത്തനെയുള്ള ഇറക്കത്തിൽ ഇത് വരുമ്പോൾ വെലോസിറ്റി നല്ല വലിയ വെലോസിറ്റി ആയിരിക്കും. അത് വന്ന് ഈ മൈൽഡ് സ്ലോപ്പിലേക്ക് വീഴുമ്പോഴേക്കും, മൈൽഡ് സ്ലോപ്പിൽ ഉള്ള വെള്ളത്തിന്റെ വെലോസിറ്റി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പം ഇതിങ്ങനെ ഹൈ വെലോസിറ്റി വന്ന് ആ ചെറിയ ലോ വെലോസിറ്റിയിലേക്ക് വന്ന് വീഴുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജമ്പ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അത് ജമ്പ് ചെയ്ത് വന്നിട്ട് ഒരു റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്ത് വന്നിട്ടാണ് ഈ മൈൽഡ് സ്ലോപ്പ് ചാനലിലേക്ക് അത് വന്ന് മീറ്റ് ചെയ്യുക. ആ ജമ്പിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇവിടെ ഈ സ്റ്റീപ്പ് സ്ലോപ്പിൽ ഒക്കർ ചെയ്യുന്ന ഫ്ലോ that will be in a very large velocity. ആ ഫ്ലോ നമ്മൾ പറയാ ജനറലി സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്നാ പറയാ. അതേപോലെ ഇവിടെ ഈ മൈൽഡ് സ്ലോപ്പിൽ വെലോസിറ്റി വളരെ കുറവുള്ള നല്ല ഡെപ്ത് ഓഫ് വാട്ടറിലുള്ള ആ ഫ്ലോനെ നമ്മൾ സബ് ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേജ് ആണ് എന്ത്, ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ഫ്ലോ സബ് ക്രിട്ടിക്കൽ ആണോ സൂപ്പർ ക്രിട്ടിക്കൽ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് സ്പിൽവേസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതായത് ആ നേച്ചേഴ്സ് കാണാൻ വേണ്ടിയുള്ള ഫിഗേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ എന്ന് പറയുന്ന ആ സ്റ്റേജിൽ അവിടെയുള്ള തിക്നെസ് ഓഫ് വാട്ടർ വളരെ കുറവാണ്, സ്റ്റീപ്നെസ് ഓഫ് ചാനൽ വളരെ കൂടുതലാണ്. ഓക്കെ, തിക്നെസ് വളരെ കുറവാണ്, ചാനലിന്റെ സ്റ്റീപ്നെസ് വളരെ കൂടുതലാണ്. ഓക്കെ, പക്ഷെ വെലോസിറ്റി വളരെ കൂടുതലുമാണ്. വെലോസിറ്റി കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ്. ആകെ കുറവ് എന്താണ്, തിക്നെസ് ഓഫ് വാട്ടർ കുറവാണ്. നേരെ മറിച്ച് താഴേക്ക് എത്തുമ്പോഴേക്കും, ഈ താഴേക്ക് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ എന്തെന്നാ വെലോസിറ്റി കുറവാണ്, സ്ലോപ്പും കുറവാണ്, പക്ഷെ വാട്ടറിന്റെ ഡെപ്ത് കൂടുതലാണ്. നല്ല ഡെപ്തിൽ വാട്ടർ ഉണ്ടാവും. Okay, now how we will define whether the flow is supercritical, subcritical or critical. This is based on another dimensionless number. നമ്മൾ നേരത്തെ ഒരു dimensionless number കണ്ടു, Reynolds number. അതേപോലെയുള്ള ഒരു dimensionless number ആണ് Froude number. So FR അല്ലെങ്കിൽ FE എന്നൊക്കെ represent ചെയ്യും. FR is equal to ratio of velocity to root of GD. Okay, where V is velocity, G is acceleration due to gravity, and D is hydraulic depth. D is hydraulic depth. Or this is the ratio of area to top width. Okay, ഇത് എന്താണ് നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് Froude's number. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, Froude's number is velocity by square root of GD. ഇനി ഈ വാല്യൂസ് if it is equal to 1, if FR is equal to 1, we will call that flow as critical flow. Okay, now if the value is less than 1, we'll call it as subcritical flow, and if the value is greater than 1, we will call it as supercritical flow. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് എനർജി ഡെപ്ത് റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ 5th മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയും ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും മനസ്സിലാക്കുക. FR equal to 1 ആണെങ്കിൽ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, FR less than 1 ആണ് സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്, FR greater than 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ, then laminar and turbulent flow, then critical, subcritical and supercritical flow. ഇനി നമുക്ക് geometrical properties of a channel section നോക്കാം. Geometrical elements of channel section. അപ്പോൾ നോർമലി നമ്മൾ ഒരു റിവർ എടുക്കുകയാണെങ്കിൽ അതൊരു ഹില്ലി ടെറൈനിന്ന് ഒക്കർ ചെയ്ത് നല്ല ചെരിവുള്ള ഒരു പ്രദേശത്തേക്ക് പോയി പിന്നെ അല്ലെന്താ പ്ലെയിൻ ഏരിയയിലേക്ക് വന്ന് ഏറ്റവും എൻഡിൽ റിവറിലേക്ക് അത് മജി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലോ പോയിന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് സ്ലോപ്സ് ആയിരിക്കും ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ചാനൽ വിത്ത് എ പെർട്ടിക്കുലർ സ്ലോപ്പ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ സ്ലോപ്പ് മാറി മാറി വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് ഇതിന്റെ അടുത്തിട്ട് വിത്ത് റെഫറൻസ് ടു സം ഡാറ്റ നമുക്ക് ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നമ്മൾ അത് എപ്പോഴും പറയാൻ വേണ്ടി ഒരു ഡാറ്റ ആദ്യം എടുക്കും. ആ ഡാറ്റത്തിൽ നിന്നാണ് ഇത് എത്രമാത്രം ഉയരത്തിലാണ് ഓരോ പോയിന്റ് ഉള്ളതെന്ന് പറയാം. സോ Z is the potential head over here. അത് കഴിഞ്ഞാൽ Y ആണ് എന്ത് ഇവിടുത്തെ പ്രഷർ എനർജി. അതായത് Y എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. ആ റിവറിലുള്ള ഡെപ്ത് ഓഫ് വാട്ടറിനെയാണ് നമ്മൾ Y എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ Y over here in this position. ഇവിടെ എത്തുമ്പോഴേക്ക് വൈയുടെ ഡെപ്ത് കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രഷർ എനർജി. ഇനി ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെരിവ് കൂടുതലുള്ളതാണ്. ഇവിടെ വെലോസിറ്റി ഹെഡ് കൂടുതലായിരിക്കും, v²/2g കൂടുതലായിരിക്കും. ഇവിടെ കമ്പാരറ്റീവ്ലി അത് കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ജനറലി ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു റിവറിന്റെ കോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇറ്റ് ഹാസ് എ സ്ലോപ്പ്. അപ്പോൾ അതിന്റെ ആ സ്ലോപ്പിന് നോർമൽ ആയിട്ട് ആ സ്ലോപ്പിൽ സപ്പോസ് ഇവിടെ എടുക്കുമ്പോൾ ഞാൻ y ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ എടുക്കുമ്പോൾ ഞാൻ y ഇങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ, നമ്മൾ ഈ ഒരു ഡാറ്റം എടുക്കുമ്പോൾ ആ ഡാറ്റത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടേ നമുക്ക് y കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഡാറ്റത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ ഇവിടെ y കാണിച്ചിരിക്കുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡാറ്റം, ആ ഡാറ്റത്തിന് നോർമൽ ആയിട്ടാണ് y കാണിച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഫീൽഡിൽ പോകുമ്പോഴേക്കും നമുക്ക് എപ്പോഴും ഈ ഡാറ്റം ഓഫ് റെഫറൻസ് എടുക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഡാറ്റ എടുക്കുന്നതാണ് ആ ചാനലിന്റെ അടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ഡാറ്റ ആയിട്ട് എടുക്കുക. അപ്പൊ ആ ചാനലിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക, ഡെപ്ത് ഓഫ് വാട്ടർ മെഷർ ചെയ്യുക. അപ്പൊ അങ്ങനെ ചാനലിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡെപ്തിനെ നമ്മൾ D എന്ന് പറയും. സോ ദിസ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. ഒന്ന് നമ്മൾ എടുക്കുന്ന മെയിൻ റെഫറൻസ് ഡാറ്റത്തിന് പെർപെൻഡിക്കുലർ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ y എന്ന് പറയും. അതല്ലാതെ വിത്ത് റെസ്പെക്ട് ടു ദ ചാനൽ ബെഡ് അതിന് നമ്മൾ എടുക്കുന്ന ഡെപ്തിനെ നമ്മൾ D എന്ന് പറയും. അപ്പം D ഈക്വൽ ടു ശരിക്കും y cos θ ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ cos θ 1 ആയിട്ടുള്ള അസംഷനിൽ D ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിസൈൻസ് ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ജോമെട്രിക്കൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി നോക്കാം. അപ്പൊ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ 4th മൊഡ്യൂൾ ആൻഡ് 5th മൊഡ്യൂൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന D, അതായത് ഡെപ്ത് ഓഫ് ചാനൽ ഫ്രം ചാനൽ ബെഡ് എന്നുള്ള രീതി, ചാനലിന്റെ നോർമൽ ഡയറക്ഷനിലുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഇവിടെ ഡെപ്ത് ഓഫ് ചാനൽ എന്ന് പറയാ. വിത്ത് റെസ്പെക്ട് ടു ആ ബേസ് ഡാറ്റ നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, സോ ഡെപ്ത് ഓഫ് എ സെക്ഷൻ, സപ്പോസ് ഇഫ് ഐ ടേക്ക് ഹിയർ ഇൻ ദിസ് ചാനൽ, നമ്മൾ എല്ലാം റെഫറൻസ് ഒരു റെക്ടാങ്കുലർ ചാനലിനെ റെഫറൻസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സപ്പോസ് യു ഹാവ് എ ചാനൽ വിത്ത് വിഡ്ത്ത് B. ഓക്കെ, ഈ ചാനലിന്റെ വിഡ്ത്ത് B ആണ്. ഇതിന്റെ ഡെപ്ത് ഓഫ് വാട്ടർ ഇവിടെ സൂക്ഷിക്കുക, ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. Let it be y, any diameter. Do not confuse with y or d. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, ഇനി ത്രൂ ഔട്ട് ഈ ചാനലിൽ ഈ മൊഡ്യൂളിൽ എല്ലായിടത്തും ഞാൻ പറയുന്നത് ഈ d ആണ്. വെദർ ഇറ്റ് ഈസ് y or d എപ്പോഴും പറയുന്നത് ചാനലിന്റെ ഡെപ്ത് ആണ്. അതായത് ആ ചാനലിന്റെ ബോട്ടത്തിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ഡെപ്തിനെയാണ് ഞാൻ d എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ y എന്നുള്ള പാരാമീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ചാനൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ചാനൽ, ഈ ചാനലിന്റെ ഹൈറ്റ് ഞാൻ പറയുന്നില്ല, ഇതിന്റെ അകത്തുള്ള വാട്ടറിന്റെ ഹൈറ്റ് ആണ് പറയുന്നത് എത്ര, y. So with respect to this figure, what will be the depth of section? What will be D? D will be equal to y. Okay, here for this rectangular section D will be equal to y, or it is the vertical distance from free surface to channel bottom. അല്ലേ? It is the vertical distance from free surface to channel bottom. ഇനി രണ്ടാമത് ടോപ്പ് വിഡ്ത്ത്. ഈ ടോപ്പ് വിഡ്ത്ത് പറഞ്ഞാൽ ഈ ചാനലിന്റെ ഈ ഫ്രീ സർഫസിന്റെ വിഡ്ത്തിനെയാണ് ടോപ്പ് വിഡ്ത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും, എന്തിനാണ് ഞാൻ ആ ടോപ്പ് വിഡ്ത്ത് ഒന്ന് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ ടോപ്പ് വിഡ്ത്ത് എന്താണ് ശരിക്കും? ടോപ്പ് വിഡ്ത്ത് B തന്നെയല്ലേ, വിഡ്ത്ത് തന്നെയല്ലേ? പക്ഷേ നേരെ മറിച്ച് ഇഫ് ഐ ആം ടേക്കിംഗ് എ ട്രപ്പിസോഡൽ ചാനൽ, ഈ ബേസ് വിഡ്ത്ത് ആയിരിക്കില്ല അതിന്റെ ടോപ്പ് വിഡ്ത്ത്, അല്ലേ? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ വാട്ട് ഈസ് ടോപ്പ് വിഡ്ത്ത്? Top width is the width of the channel section at the free surface. Width of channel section at free surface. ഇപ്പൊ തന്നിരിക്കുന്ന റെക്ടാങ്കുലർ ചാനൽ സെക്ഷനിൽ ടോപ്പ് വിഡ്ത്ത് എന്താണ്? ബേസ് വിഡ്ത്ത് B തന്നെയാണ്. ഇനി വെറ്റഡ് ഏരിയ,
What is wetted area? I will represent it by capital A. This is equal to cross-sectional area of flow. Cross-sectional area of flow. അപ്പോൾ ഇവിടെ area of rectangular section എന്താണ്? B into Y. So wetted area is cross-sectional area of flow. Okay. So that will be equal to B into Y. Area of a rectangular portion is B into Y. ഇനി അടുത്തത് wetted perimeter. ഇത് നിങ്ങൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത പെരിമീറ്റർ എങ്ങനെയാണോ അങ്ങനെയല്ല ചെയ്യുന്നത്. ആ ടേമും കൂടി ശ്രദ്ധിക്കുക. This is wetted perimeter. നൊട്ടേഷൻ P തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു റെക്ടാങ്കുലർ പോർഷൻ എന്ന് പറഞ്ഞാൽ 4 പോർഷൻ ഉണ്ട് അല്ലേ? ആ 4 പോർഷനും നമ്മൾ എടുക്കില്ല. നമ്മൾ എടുക്കുന്ന ഈ നാലാമത്തെ പോർഷൻ, ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? എടുക്കില്ല. അപ്പൊ റിമൈനിങ് പോർഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ഉള്ളത് അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞത്. ആ ചാനലിന്റെ ഏത് പോർഷനൊക്കെയാണ് വെറ്റഡ് ആവുന്നത്, ആ പോർഷന്റെ ലെങ്ത് ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് y ആണ്, ഇത് b ആണ്, ഇത് y ആണ്. So what will be the wetted perimeter in this case? That will be equal to b plus 2y ആയിരിക്കും അല്ലേ? b plus 2y. അപ്പൊ wetted perimeter എന്ന് പറഞ്ഞാൽ length of channel boundary, okay, length of channel boundary in contact with flowing water. ഇപ്പോൾ ഫ്ലോയിങ് വാട്ടർ ആയിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഫോർത്ത് സർഫേസ് നമ്മൾ കണക്കാക്കുകയില്ല. സോ വെറ്റഡ് പെരിമീറ്റർ P ഈക്വൽ ടു B പ്ലസ് 2y ആണ് ഒരു റെക്ടാങ്കുലർ ചാനൽ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രോളിക് റേഡിയസ്. സോ നേരത്തെ നമ്മൾ റെനോൾഡ്സ് നമ്പർ പറയുമ്പോൾ കണ്ടു അല്ലേ? ഹൈഡ്രോളിക് റേഡിയസ്. ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ഡിഫൈൻഡ് ആസ് ratio of wetted area to wetted perimeter. So R equal to A by P. So what is R equal to A by P? Here area of a rectangular section is by divided by perimeter is B plus 2y. അല്ലേ? അതാണ് ഹൈഡ്രോളിക് റേഡിയസ്. സിമിലർലി what do you mean by hydraulic depth? ഹൈഡ്രോളിക് ഒരു കാര്യം കൂടി വിട്ടുപോയി. ഹൈഡ്രോളിക് റേഡിയസിന് നമ്മൾ ഒരു പേരും കൂടി പറയും. ഹൈഡ്രോളിക് റേഡിയസ് ഈസ് നോൺ ആസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഓക്കെ, R equal to A by P. ഹൈഡ്രോളിക് റേഡിയസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഇനി അടുത്തതാണ് ഹൈഡ്രോളിക് ഡെപ്ത്. ഹൈഡ്രോളിക് ഡെപ്ത് D. So this is again ratio of wetted area to top width. So ratio of wetted area to top width. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് ഏരിയ റെക്ടാങ്കുലർ ചാനൽ BY ആണ്, ടോപ്പ് വിഡ്ത്ത് B ആണ്. സോ ഹൈഡ്രോളിക് ഡെപ്ത് വിൽ ബി ഈക്വൽ ടു Y. ഈ രീതിയിലാണ് നമ്മൾ ഹൈഡ്രോളിക് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ വെറ്റഡ് ഏരിയ എന്താണെന്ന് ആലോചിക്കണം, വെറ്റഡ് പെരിമീറ്റർ എന്താണെന്ന് ആലോചിക്കണം, വെറ്റഡ് ഏരിയ, വെറ്റഡ് പെരിമീറ്റർ, ഹൈഡ്രോളിക് റേഡിയസ് എന്താണെന്ന് ആലോചിക്കണം. ഹൈഡ്രോളിക് റേഡിയസിന് പറയുന്ന വേറൊരു പേരാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. R equal to A by P. അടുത്തത് ഹൈഡ്രോളിക് ഡെപ്ത് D equal to A by T. ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് പറയാനുണ്ട്, സെക്ഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ സെക്ഷൻ ഫാക്ടേഴ്സ് ഇവിടെ രണ്ട് സിറ്റുവേഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് സെക്ഷൻ ഫാക്ടർ ഫോർ യൂണിഫോം ഫ്ലോ. അപ്പോൾ സെക്ഷൻ ഫാക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് Z ആണ്. So since it is section factor for critical flow, I will represent it as അതേപോലെ സെക്ഷൻ ഫാക്ടർ ഫോർ യൂണിഫോം ഫ്ലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യും Z സഫിക്സ് U. ഓക്കെ, ഇനി സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ എന്താണെന്ന് നോക്കാം. So this is equal to product of wetted area into square root of hydraulic depth. Product of wetted area into square root of hydraulic depth. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടി ചെയ്യുവാണെങ്കിൽ ഏരിയ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈഡ്രോളിക് ഡെപ്ത്. ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ഏരിയ ടു ടോപ്പ് വിഡ്ത്ത് ആണല്ലേ. സോ ഐ കൻ റൈറ്റ് ദിസ് വൺ ആസ് എ ക്യൂബ്. എ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എ ക്യൂബ് ബൈ ടി
whole power 1/2. ഇതാണ് സെക്ഷൻ ഫാക്ടർ ഫോർ ക്രിട്ടിക്കൽ ഫ്ലോ. ഇത് പോകെ നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് ഇത് ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തരായിക്കോളും. ഇനി സെക്ഷൻ ഫാക്ടർ ഫോർ യൂണിഫോം ഫ്ലോ. This is equal to product of wetted area into hydraulic radius to 2/3 power. That is A r raised to 2/3 ആണ് എന്ത് സെക്ഷൻ ഫാക്ടർ ഫോർ യൂണിഫോം ഫ്ലോ. ഇതും നമ്മൾ പോയുള്ള ക്ലാസ്സിൽ ഇക്വേഷൻ തറോ ആവുന്ന രീതിയിലേക്ക് നമ്മൾ വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കൂടുതൽ തറോ ആയി പഠിക്കേണ്ട 3 കാര്യങ്ങളാണ് വെറ്റഡ് പെരിമീറ്റർ, ഹൈഡ്രോളിക് റേഡിയസ് ആൻഡ് ഹൈഡ്രോളിക് ഡെപ്ത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഓരോ ചാനൽ ഷേപ്പിലും എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.